ഇന്ന് നമുക്കൊരു വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോവാണ്. ഇന്നത്തെ റിസപ്ഷൻ ഉള്ളത് നമ്മുടെ കളമശ്ശേരിയിലുള്ള ആഷീഷ് കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പോൾ അതേ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ വേറെ കാറിലാണ്, ഞങ്ങളതേ 4 പേരും കൂടിയും പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് എല്ലാവരെയും കാണാം കേട്ടോ. അപ്പോൾ കസിൻസും അമ്മാവന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ എറണാകുളത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിൻ്റെ പോയി തന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് കേട്ടത്. അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും ഏകദേശം ഒരേ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ദേ നമ്മുടെ സ്നാക്സും ജ്യൂസും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റിസപ്ഷൻ്റെ മെയിൻ ഉദ്ദേശം ഫുഡിങ് തന്നെയാണല്ലോ. അപ്പോൾ അതേ ഞങ്ങൾ എൻട്രൻസിൽ ഇരിക്കുകയാണ്. അപ്പോൾ കപ്പിൾസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അവർ വരാനുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങളെല്ലാവരും സ്നാക്സും ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ദേ നമ്മുടെ കപ്പിൾസ് എത്താറായിട്ടുണ്ടെന്ന് അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ പോയിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ വന്നു തുടങ്ങിയിട്ടുണ്ട്. കപ്ലിൻ്ററിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ അടുത്തതായിട്ട് ഒരു സ്കിറ്റാണ് കേട്ടോ വരണത്. നമ്മുടെ റിസപ്ഷനിൽ ഫസ്റ്റ് പ്രോഗ്രാം സ്കിറ്റായിരുന്നു. അപ്പോൾ ഈ സ്കിറ്റ് നമുക്കൊന്ന് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് സ്കിറ്റിൻ്റെ കാണാം. എന്നിട്ട് ഞാൻ സ്കിറ്റിനെ കുറിച്ച് പറയാം കേട്ടോ. രാത്രി 9 മണിയായി. നോക്കട്ടെ. ഹലോ, രവിചന്ദ്രൻ സാറല്ലേ? ഞാൻ ഈവന്റ് മാനേജ്മെന്റിൽ നിന്നാണേ. ഈ കല്യാണ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഒഴിവില്ല. മാഡത്തിന്റെ മകൻ ഗോവിന്ദന്റെ കല്യാണ ഒരുക്കങ്ങളെ കുറിച്ച് സംസാരിക്കണേ, അതുകൊണ്ടാ. ഞങ്ങള് ശംഭു എന്ന് വിളിക്കുന്ന ഗോവിന്ദന്റെ കല്യാണമാണെന്നും 10 ദിവസം തികച്ചില്ല എന്നൊക്കെ അറിയാം. പക്ഷെ അർജന്റ് എന്ന് മാത്രം പറയാം. യെസ്, അർജന്റ് ആണ്. എല്ലാ കണക്കുകളും കാര്യങ്ങളും ഇപ്പൊ തീരുമാനിക്കണം ഞങ്ങൾക്ക്. കല്യാണത്തിന് ഇനി 10 ദിവസം ഉണ്ട്. ഇവിടെ നാളെ നടക്കാനുള്ള പരിപാടിക്കുള്ള ഇതായിട്ടില്ല. ഇനി നിങ്ങൾക്ക് എത്ര അർജന്റ് ആണെങ്കിൽ ചെല്ലണം. എല്ലാ കണക്കുകളും തീർത്ത് വിട്ടോളും മാഡം. ചെല്ലി. അതെന്താ അങ്ങനെ? അതങ്ങനെയാ, അനുഭവം ഗുരു. ഈ സ്കിറ്റ് അവതരിപ്പിച്ചത് നമ്മുടെ എടപ്പള്ളിയിലുള്ള വിദ്യോദയ സ്കൂളിലെ ടീച്ചർമാരാണ്. അപ്പോൾ നമ്മുടെ രമ ടീച്ചർ, അതായത് നമ്മുടെ ശംഭു ഗ്രൂമിൻ്റെ അമ്മ രമ ടീച്ചർ, ആള് വിദ്യോദയ സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ആളുടെ കൊളീഗ്സ് എല്ലാവരും കൂടിയാണ് ഈ സ്കിറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ ഈ സ്കിറ്റിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ആളുടെ ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് പറയണത്. ആള് വീടിനേക്കാളും വീട്ടുകാരേക്കാളും ഉപരി വിദ്യോദയ സ്കൂളിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു ടീച്ചറുടെ കഥയാണ് അവർ പറയണത്. മോൻ്റെ കല്യാണത്തിൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ പോലും അവരോട് പോലും സംസാരിക്കാൻ നേരമില്ലാതെ സ്കൂളിന് വേണ്ടി ഓടി നടക്കണ ഒരു ടീച്ചറുടെ കഥയാണ് ഈ സ്കിറ്റിൽ അവർ പറയണത്. അടിപൊളിയായിട്ട് അവർ അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അത് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതേ നമ്മുടെ രമ ടീച്ചറെ അവർ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടീച്ചർ എന്താ പറയണേ എന്നുള്ളത് നമുക്ക് കേൾക്കാം. അട്ടപ്പാടിയിലോ? അവിടെ എന്താ? CBSE കുട്ടികളെ മാത്രമല്ല, അട്ടപ്പാടിയിലെ ട്രൈബൽ കുട്ടികളെ കൂടി ചേർത്ത് പിടിക്കുന്ന പരിപാടിക്ക് മാഡം മുൻനിരയിലുണ്ട്. കാണുന്നവർക്കത് നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ ഇതിന്റെ പുറകിൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് കാണും. എനിക്ക് സർപ്രൈസ് ആയിരുന്നു അവരിങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഞങ്ങളിത് പലയിടത്തും പലർക്കായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോൾ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തെങ്കിലും പണിയായിരിക്കും എന്നറിയായിരുന്നു. പക്ഷെ ഇവരെല്ലാവരും, ഇവരിൽ പകുതി പേരും ആൾക്കാരും, എനിക്ക് 1-2 പേര് മാത്രമേ നാട്ടിലുണ്ടായിരുന്നേ കാണുള്ളൂ. കാരണം ആകെ കിട്ടുന്ന 10 ദിവസം വെക്കേഷൻ്റെ സമയത്ത് പലപ്പോഴും ഗുജറാത്തിലേക്കും പല സ്ഥലങ്ങളിലേക്കും ടൂറൊക്കെ പോയിട്ട് ഇന്നലെ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അതുകൊണ്ട് തട്ടിക്കൂട്ടിയാണെങ്കിലും അവരത് ഉണ്ടാക്കിയത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അവരുടെ ആ സ്നേഹത്തിന് മുമ്പിൽ ഞാനും എൻ്റെ കുടുംബവും അങ്ങേയറ്റം എപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ വിദ്യോദയ എന്ന് പറയുന്ന വികാരത്തിലേക്ക് ഒരു ചെറിയ ആൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് എൻ്റെ മരുമകളാണ്. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ കൂടെയുള്ള പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു പെൺകുട്ടിയെ വേണം, പയ്യനെ ശംഭുവിനെ കല്യാണം ആലോചിക്കുമ്പോൾ എന്ന് വെച്ചപ്പോൾ ഒരു റിക്വസ്റ്റേ പറഞ്ഞുള്ളൂ, ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചു, പക്ഷെ വിദ്യോദയൻ വേണ്ടാന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, വിദ്യോദയൻ ജീവനാണ്. പക്ഷെ ഇനിയും മാഡം മിസ് എന്നുള്ള വിളി കേൾക്കാൻ
അങ്ങനെ സ്കിറ്റും ഡാൻസ് പെർഫോമൻസും ഒക്കെ കഴിഞ്ഞതേ ഞങ്ങൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞതേ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ സായികുമാറും ബിന്ദു പണിക്കരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒപ്പം നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഫുഡിങ്ങിൻ്റെ റിസപ്ഷൻ്റെ മെയിൻ പരിപാടി ഫുഡിങ്ങിലേക്ക് കടന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സൂപ്പിൽ തുടങ്ങിയിട്ടുണ്ട്. സൂപ്പൊക്കെ എടുത്ത് അവൻ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങളും അപ്പോൾ സൂപ്പൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞ് ഫുഡിൻ്റെ പരിപാടികളിലേക്കാണ്. ഇതാരാന്നറിയോ, നമ്മുടെ ആനന്ദം സിനിമയിലെ ഹീറോയിനെ ആയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ബ്ലൂ ഡ്രസ്സിൽ കണ്ടിരുന്നത്. പിന്നെ നമ്മുടെ സൂക്ഷ്മ ദർശിനിയിൽ ഒരു ആക്ട്രസ് ഉണ്ടായിരുന്നു, ആളെ കണ്ടിരുന്നു. കഴിഞ്ഞതേ ഞങ്ങൾ നേരെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതേ ഞങ്ങൾ ഡെസേർട്ട് എടുത്തിട്ടുണ്ട്. അതും ഐസ്ക്രീമും ഡെസേർട്ടും ഒക്കെ കഴിച്ചു. രംഗയ്യൻ അങ്ങനത്തെ എല്ലാവരും ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചതേ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് പുറത്തു നിന്ന് എല്ലാവരുടെയും ഫോട്ടോ സിംഗിളായിട്ടും കപ്പിളായിട്ടും ഫാമിലി ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വീഡിയോയുടെ അവസാനമുണ്ട്, കണ്ടോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അപ്പോൾ ഒരു ഹാപ്പി ഡേ ആയിരുന്നു. എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചു. ഞങ്ങളെല്ലാവരും യാത്രയൊക്കെ പറഞ്ഞിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സ്ട്രെങ്ത് ആക്കണത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതേ ക്ഷീണിച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യത്തിനും മീനാക്ഷിയും സീറ്റൊക്കെ പിടിച്ച് കിടന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു, ലവ് യു. Only on Super Hits 93.5 Red FM.